ഹൈബിഡൻ MP സംസാരിക്കുന്നുണ്ട്. ഹൈബിഡൻ MP സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളൊക്കെ തന്നെ വലിയ ഞെട്ടലോട് കൂടിയാണ് സംഭവ സ്ഥലത്തേക്ക് ദൗർഭാഗ്യകരമായ ഒരു സ്ഫോടനമാണ് തൃപ്പൂണിത്തുറ മേഖലയിൽ ഇപ്പം നടന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതിൽ പരിക്കേറ്റ ആളുകൾക്ക് പരമാവധി ജീവൻ നഷ്ടപ്പെടാതിരിക്കുക, അവർക്ക് അടിയന്തര ചികിത്സാ സഹായങ്ങളും ഏറ്റവും വൈദഗ്ധ്യം നിറഞ്ഞ ചികിത്സ അവർക്ക് നൽകുക എന്നുള്ളതാണ്. അതിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ മറ്റ് അവിടെ ചികിത്സിക്കാൻ കഴിയാതെ വരുന്ന ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ സൈറ്റിലുണ്ട്, ഫോറൻസിക് ടീമുണ്ട്, ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ ഒരു അപകടാവസ്ഥ മാറിയിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് പരമാവധി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ ഒഴികെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ജീവനക്കാരും ഫോറൻസിക് വിദഗ്ധരും ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ ഇവിടെ നിന്ന് മാറിപ്പോകണം എന്നുള്ളതാണ്. മുതിർന്ന പൗരന്മാരെ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെ എല്ലാം ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരെ മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഒരുപാട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇതിന്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെയധികം ഗുരുതരമായ ഇതിന്റെ ഉൽപ്പന്നങ്ങളാണ്, വെടിമരുന്നും മറ്റു ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ കത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ മറ്റ് സയന്റിഫിക് എക്സ്പേർട്സും പോലീസും കൂടുതൽ വിശദാംശങ്ങൾ പുറകിലിടും. എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾ പാനിക്ഡ് ആവരുത്, അവർ കൂട്ടം കൂടി അപകട സ്ഥലത്ത് ഇനി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. എല്ലാവരും സ്ഥലം സന്ദർശിച്ചതിന് ശേഷം ഇവിടെ മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഇത് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. ഏതായാലും ഒരാൾ മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി കുറേയധികം ആളുകൾ സ്ഥലത്തെത്തിയ MP